ചേട്ടാ ടൗൺ പോലീസ് സ്റ്റേഷൻ. ഇന്നെന്താ ഹെൽമെറ്റാ കഞ്ചാവാ? ഇരിക്കും. നിന്റെ കാശും പലിശനും കിട്ടിയില്ലേ? കിട്ടി സാർ. ഹാപ്പി അല്ലേ? താങ്ക് യു സാറേ, താങ്ക് യു. ഇനി ഇമ്മാതിരി നാറ്റക്കേസും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരില്ല സാറേ. ആ കോശി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇത് ഏറ്റെടുത്തിന്. താങ്ക് യു സാർ. അപ്പോൾ ഇല്ല സാറേ, മറ്റേ സാധനം കൊടുക്കുന്നുണ്ട് സാറിനുള്ള. ഇതൊന്ന് സാറിനുള്ള കൈക്കൂലിയാ? എഴുന്നേക്ക്. ഞാൻ കൈക്കൂലി പണിക്കുന്നു പറഞ്ഞാ? അല്ല, കോശിച്ചൻ പറഞ്ഞു. കോശിച്ചൻ പറഞ്ഞാ ഞാൻ കൈക്കൂലി പണിക്കുന്നു? അല്ല, കാര്യം നടന്ന സന്തോഷത്തിന് എന്തെങ്കിലും സന്തോഷത്തിന് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞതാ. അതിന് കൈക്കൂലി ഇതാ പറയല് അല്ലേ? അതുപോലെ ഞാൻ കൈകൊണ്ട് വാങ്ങൂല. അപ്പോൾ വേണ്ടല്ലേ സാർ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞിപ്പോൾ. നീ ഒരു കാര്യം ചെയ്യും, ബസ് സ്റ്റാൻഡ് അടുത്ത് കൊച്ചോസപ്പിന്റെ പെട്ടിക്കടയിൽ കാണിക്കപ്പെട്ടിയിൽ ഇടണം തോന്നിട്ട് ആടെ കൊടുത്താൽ ആയിക്കോട്ടെ സാർ. താങ്ക് യു. അല്ല സാറേ, ഏതമ്പലത്തിൽ കാണിക്കപ്പെട്ടി? അതല്ല അവനറിയാം. നീ പോയാ പിള്ള സാറേ, ആ മൂങ്ങാമൈകൾ പിന്നെയും കഞ്ചാവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. DIG ഓനെ ഒന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് സാർ എന്നെയും വിളിച്ചിരുന്നു. സ്കൂൾ ഏരിയയിലാണ് അവന്റെ മെയിൻ സപ്ലൈ. സാറേ, ഗൺ രജിസ്റ്റർ. അപ്പോൾ സാറേ, പുതിയ SI ആയിട്ട് ചാർജ് എടുക്കാൻ വന്ന പയ്യൻ പുറത്ത് കൊണ്ട്. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചോ. പിള്ള സാർ സൂക്ഷിക്കണം. ഓൻ്റെ പിള്ളേർ കണ്ണും മൂക്കും നോക്കാത്തവരെ. അതൊന്ന് ഒപ്പിട്ടെ. ഇത് കയ്യിൽ വെച്ചോ. സാറേ വന്നോളൂ. ഇതാ സാർ. പിള്ള സാറേ, ഇത് രാഹുലൻ. ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് SI ആയിട്ട്. അല്ല സാർ, രാഹുൽ. പരിഷ്കരിക്കൊന്നും വേണ്ട. രാഹുലിനും ഒക്കെ ഒന്ന് തന്നെ. ഇതൊന്ന് നോക്കിയാൽ ഡോക്ടർമാർ മരുന്നിന് കുത്തിക്കുറിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട് കുത്തിക്കുറിച്ചിട്ട്. ആ DIG മുടിഞ്ഞ ഇംഗ്ലീഷും. 2 മാസം സ്റ്റേഷൻ ഡ്യൂട്ടി കൊടുത്തിട്ട് പുറത്ത് വിട്ടാൽ മതിയെന്ന്. അതെന്തിനാന്ന്? മേയാൻ വിടുന്നതിന് മുമ്പ് തൊഴുത്ത് നല്ല പരിചയമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ക്വാർട്ടേഴ്സ് ഒന്നും ഇപ്പോൾ ഒഴിവില്ലല്ലോടോ. നിങ്ങളെ കെട്ടിയോള് നാട്ടിൽ പോയിരിക്കല്ലേ? ഒരു 2 ആഴ്ചത്തേക്ക് ഇയാളും കൂടെ നിങ്ങളെ കൂടെ കൂട്ട്. മുറിയുടെ മൂലക്കടയും ഒരു പായിട്ട് കൊടുത്താൽ മതി. ആടെ കിടന്നോളൂ. എടോ, ഈ പറയുന്ന പുസ്തകക്കട നിങ്ങളുടെ ആണെന്ന് തെളിയിക്കുന്ന ഒരു ആധാരം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? ഓ സാർ, അതുകൊണ്ടുവന്നോ? ഉണ്ട് സാർ. ഇതെന്താ? ഒഴിപ്പിക്കൽ തടയണമെന്ന് ആവശ്യപ്പെടുന്ന പരാതിയാണ്. ആദ്യം ഇത് പരിശോധിക്കട്ടെ. സ്ഥലം തൻ്റെതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഞങ്ങൾ ഈ പരാതി സ്വീകരിക്കാം. സാർ, ഇവിടെ ജാബോവൻ്റെ കാലത്തെ കടയില്ലേ, കിട്ടണത് മേടിച്ചിട്ട് കട അയാൾക്ക് എഴുതി കൊടുത്തിട്ട് പോക്കിയൂടെ? ഞാനൊരു റിട്ടയർഡ് സ്കൂൾ മാഷാണ്. അച്ഛനച്ഛൻ്റെ കാലം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള ബുക്ക് ഷോപ്പാണ് സാർ. വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. ശരി, ഓക്കെ. ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് വിളിക്കാം.